നമ്മൾ ഇലക്കറികൾ കഴിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. വളരെ കുറച്ച് കലോറിയേ ഉള്ളൂ. അതുപോലെ തന്നെ ധാരാളം ഫൈബർ നമുക്ക് ഇലക്കറികൾ കറി വെച്ച് കഴിക്കുന്ന വഴി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻസ് ആണ്. അത് വൈറ്റമിൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൈറ്റമിൻ എ ലഭിക്കുന്നുണ്ട്, ബി, സി, ഇ ആൻഡ് കെ. അതുപോലെ തന്നെ പൊട്ടാസ്യം, മാഗ്നീഷ്യം, കാൽസ്യം ഇതൊക്കെ നമ്മൾ ഇലക്കറികൾ കഴിക്കുന്ന വഴി കിട്ടുന്നുണ്ട്. ആൻറ്റി ഏജിങ്ങിന് നല്ലതാണ്. അതുപോലെ തന്നെ ഡയബറ്റിക്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അതിനെതിരായിട്ട് പ്രവർത്തിക്കാനൊക്കെ സഹായിക്കുന്ന കാര്യമാണ്. നമുക്ക് ഫാറ്റിൻ്റെ കൂടുതലായിട്ടുള്ളവർ, വണ്ണം കൂടുതലുള്ളവർക്ക് അതിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാനായിട്ട്, ആ ഫാറ്റൊക്കെ റിമൂവ് ആകാനായിട്ടും ടോക്സിൻസൊക്കെ റിമൂവ് ആകാനായിട്ടും നല്ലതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ചീരയില അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇത് നമ്മുടെ സ്വർഗത്തിലെ പഴം അഥവാ ഗാക് ഫ്രൂട്ടിൻ്റെ ഇലയാണ്. ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല പോലെയൊക്കെ തോന്നുന്നുണ്ടോ? അപ്പോൾ അങ്ങനത്തെ ഇലയാണ്. നമ്മളിത് തോരൻ വയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഇല പറിക്കുമ്പോൾ ഒരുപാട് മൂത്ത ഇല പറിക്കരുത്, തീരെ കിളുന്തലല്ല, എന്നാൽ ഒരു ഇടത്തര ഇലയാണ് ഞങ്ങളിവിടെ പറിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല വലിയ ഇലയാണ്. അപ്പോൾ ഈ ഇലകളൊക്കെ കൂടി നമ്മളൊന്ന് നല്ലൊരു പച്ചിലക്കറി വെക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഉണ്ടാക്കി നോക്കിയിട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് ഫസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകണം. കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ ലീഫ്, അതായത് നമ്മുടെ ഗാക്കിൻ്റെ ഇല നമ്മൾ ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് തോരൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ പീര ഒന്ന് ഒതുക്കിയെടുക്കാൻ പോവുകയാണ്. അതിന് കുറച്ച് പീരയും അതുപോലെ തന്നെ 3-4 പച്ചമുളക്, ഇപ്പം ഞാനിത് പഴുത്ത മുളകാണ് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും, ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ജീരകം അതും ഒരല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മളിതൊന്ന് ചതച്ചെടുക്കാൻ പോവാണ്. ഒരുപാട് അരക്കിയൊന്നും വേണ്ട, ചതച്ചെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ പാൻ അടപ്പത്ത് വെച്ച് അത് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ നല്ല ചൂട് അറിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. നമ്മളിവിടെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അരപ്പിന് ഇതിന് ചുവന്ന കളറാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഉണക്കമുളകല്ല, പച്ചമുളകിൻ്റെ പഴുത്തതായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നോർമൽ കളറിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ ഇത് ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതേപോലെ പീര പോലെ തന്നെ ഒന്നുകൂടി ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ചെറിയ പീരയായിട്ട് കിടന്നാൽ മതി. അപ്പം നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 5-6 ഉള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. നമ്മുടെ അരപ്പിന് മുളക് പോരാന്നുണ്ടെങ്കിൽ, എരിവ് പോരാന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ചാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉണക്കമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഇലത്തോരനായതുകൊണ്ട് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ
മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് മൂത്ത് ഇതായി പോകണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ഇലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇലകൾ നമ്മൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇത് തീരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കണേ. അപ്പോൾ അതേ ഞാനൊന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇലകളൊക്കെ നന്നായിട്ട് താന്നു വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ചേർക്കണം. അപ്പോൾ ഉപ്പ് ഇലക്കറികൾ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ ഇത് വേഗം താമസിക്കും, അല്ലെങ്കിൽ വേകാനായിട്ട് പ്രയാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കാത്തത്. നമുക്ക് ചേർക്കാവേ. നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്തത്. ഇനി 1 മിനിറ്റ് കൂടി വെച്ചിട്ട് നമുക്ക് ഇനി ബാക്കി പരിപാടിയിലേക്ക് പോവാം. അപ്പം ഞാൻ ഒന്നുകൂടി മൂടി വെക്കുകയാണ്. അല്ലാട്ടാ അത് വേറെ വള്ളിന്നെ അത്. അപ്പോൾ 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിനി അരപ്പിട്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ നമ്മുടെ ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഒരുപാട് വെള്ളവും ചേർക്കുന്നില്ല കേട്ടോ, കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മളിതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് ഇലകൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനി നമ്മൾ ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. എന്നാലേ ഇതിൻ്റെ ജലാംശമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടുള്ളൂ. ഒരല്പസമയം നമുക്കിങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ഇളക്കി കൊടുക്കണം. ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇത് നമ്മുടെ അയണിൻ്റെ കുറവുള്ളവർക്ക്, ഹിമോഗ്ലോബിൻ കുറവുള്ളവർക്ക്, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെല്ലാത്തിനും വിളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇല തോരൻ വെച്ച് കഴിച്ചാൽ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നതാണ്. നല്ല ഒരു ഇലത്തോരനാണ് കേട്ടോ നമ്മുടെ ഗാക്കിൻ്റെ ഇല. അപ്പോൾ ഗാക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രൂട്ടും നമുക്ക് ഇതേപോലെ തോരനൊക്കെ വെക്കാൻ പറ്റും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ഫ്രൂട്ട് നമ്മൾ പഴുക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഉണ്ടായി വരുന്നുണ്ട്, 3-4 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരല്പം സ്റ്റീഫൻ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത് പൂർണ്ണമായിട്ട് ആയിട്ടില്ല. ഇതിൻ്റെ ജലാംശം ഒന്നുകൂടി വറ്റി വരണം. അപ്പോൾ അഭിപ്രായം എങ്ങനെയാണ് ഇത് കഴിച്ചിട്ട്? സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പയറിൻ്റെ ഇലയൊക്കെ കറി വയ്ക്കില്ലേ, അതുപോലെ ഇതിപ്പോൾ ആർക്കെങ്കിലും കൊടുത്താൽ പയറിൻ്റെ ഇലയാണെന്ന് പറഞ്ഞാൽ അവർ പയറിൻ്റെ ഇല അല്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കൊള്ളാം, നല്ല ടേസ്റ്റാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇതിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കുന്നത്. അപ്പോൾ എനിക്കത് എടുത്തു കൊണ്ടുവന്ന് കറി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമോ, ചുകയുണ്ടാവുമെന്ന്. പക്ഷേ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. അതിപ്പോൾ ഞാൻ വെക്കാനുണ്ടായ കാര്യം തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഇല തോരൻ വെച്ചു, നല്ല ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴാണ് എനിക്കും വെക്കണമെന്നൊരു താല്പര്യം തോന്നിയത് കൂടുതലായിട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ ഈ ഗാക്കിൻ്റെ ഒരു സംഭവം നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല, ഇല പോണില്ല. അതുപോലെ കായ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ കുരു വരെ വരുമാനമാണ്, ഒന്നും പറയണ്ട. അപ്പോൾ ഇതിൻ്റെ കുരുവിന് ആൾക്കാർ മുളപ്പിക്കാൻ മേടിക്കുന്നതിനൊക്കെ ഭയങ്കര റേറ്റാണ്. തൈക്കുകയാണെങ്കിൽ തൈക്ക് നല്ല റേറ്റാണ്. അപ്പോൾ എല്ലാം ഭയങ്കര വിലപിടിപ്പുള്ള സംഭവമാണ്, അപൂർവ വസ്തുവാണ്. അപ്പോൾ നമ്മൾ കഴിയുന്നവരൊക്കെ ഇത് വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഫ്രൂട്ടാണെങ്കിൽ വിറ്റാമിൻ്റെ ഒക്കെ കലവറയാണെന്ന് പറയണത്. എല്ലാ സാധനത്തിനും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം, കറി വയ്ക്കാം. അതുപോലെ തന്നെ കണ്ണിന് ഭയങ്കര നല്ലതാണ് ഇതിൻ്റെ ഫ്രൂട്ട്. അപ്പോൾ നമ്മൾ ഇളം പ്രായത്തിൽ തോരനായിട്ടൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നല്ലതാണ്. നമ്മുടെ ഈ തിമിരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇതുപോലുള്ള ഇലത്തോരൻ വെച്ച് കഴിക്കുവാണെങ്കിലും അതൊക്കെ മാറിപ്പോവും, അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു തോരൻ കഴിച്ചാൽ തിമിരം പോലുള്ളവയെ പ്രതിരോധിക്കാനായിട്ട്, അകറ്റാനായിട്ട് നമുക്ക് സാധിക്കും.
അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾ കറി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിവുകളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ ഉടൻ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.